ഹലോ കൂട്ടുകാരെ, അപ്പം ഇന്നത്തെ ചിന്താവിഷയം എന്ന് വെച്ചാൽ ഞങ്ങൾ നടക്കാൻ വന്നിരിക്കുകയാണ്. ചെറുതായിട്ട് വിൻ്ററിൻ്റെ തണുപ്പൊക്കെ തുടങ്ങി, വിൻ്റർ ആകാൻ തുടങ്ങുന്നു. സെപ്റ്റംബറായി, ഒക്ടോബർ ആകുമ്പോൾ നല്ല തണുപ്പാവും. എങ്കിലും നടക്കാൻ പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ തിരക്കാകുമ്പോൾ നടക്കാൻ പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ ചിന്താവിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിങ്ങിനെ പറ്റിയാണേ. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പകാലങ്ങളിൽ എൻ്റെ ഡാഡിയൊക്കെ ജോലി ചെയ്യുന്ന കാലങ്ങളിൽ പുള്ളി സൈക്കിള് ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു 7-8 വയസ്സ് കാണും. ഞാൻ അപ്പോഴും പറഞ്ഞു എനിക്കും സൈക്കിള് പഠിക്കണം എന്നിങ്ങനെ തമാശക്ക് പറഞ്ഞു. എന്നാൽ ഇതിനെന്താ കയറി ഇരിക്കുക, സൈക്കിള് പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് കുറേ പ്രാവശ്യം വീണു, പഠിക്കുന്നില്ല. പല പ്രാവശ്യം വീണ്ടും ഞാൻ അത് മീൻസ് അന്ന് ഒക്കെ ഫാദറിൻ്റെ ഒക്കെ സൈക്കിൾ ഒരു ഇത് വലുതല്ലേ, കുഞ്ഞായ ഞാനത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റത്തില്ലെന്നുള്ള ഒരു ബോധം അന്നില്ലെന്ന് തന്നെ പറയാം ഞങ്ങൾക്ക് ആർക്കും. അങ്ങനെ പഠിപ്പിച്ച് അങ്ങനെ വീണ് കഴിഞ്ഞപ്പം പുള്ളിക്ക് സങ്കടമായി. ഇപ്പോൾ തൽക്കാലം ഇത് പഠിക്കണം എന്ന് പറഞ്ഞ് അന്ന് നിർത്തി വെച്ചാണ്. പിന്നെ അന്ന് സൈക്കിളൊന്നും പഠിച്ചില്ല. അന്ന് പിന്നെ അതെല്ലാം കാലഘട്ടങ്ങൾ കടന്നുപോയി. പിന്നെ പഠിത്തം കാര്യങ്ങളുമായിട്ട് പോകുന്ന ജോലിയൊക്കെ ആയിട്ട് പോകുന്ന കഴിഞ്ഞപ്പോൾ പിന്നെ ഡ്രൈവിങ്ങോ സൈക്ലിങ്ങിനെ പറ്റിയൊന്നും ചിന്തിക്കാൻ പോലും നേരമില്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയത്. അങ്ങനെ നമ്മൾ കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഡ്രൈവിങ് പഠിക്കണം. എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹം, സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീമായിരുന്നു. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആദ്യം ഇവിടുത്തെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ G1, G2, G അങ്ങനെ കേട്ടോ. G എടുത്താലേ നമുക്ക് ഹൈവേ കൂടെയൊക്കെ പോകാൻ പറ്റുള്ളൂ. G2 നമുക്ക് ഡ്രൈവിങ് ചെയ്യാം, ഹൈവേ കൂടെയൊക്കെ പോകാം, പക്ഷേ Gയും കൂടെ വേണം. അതവിടുത്തെ ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ് ലെവലുകൾ. അതിൽ കൂടുതലും ട്രക്കും അതൊക്കെ ഇടാം, അതിൻ്റെ ആവശ്യമില്ല, നമുക്കിപ്പോൾ ഓടിക്കേണ്ട ഇതല്ലേ ഉള്ളൂ. അപ്പം ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം എനിക്ക് പേടി സ്വപ്നമായിരുന്നു. ഇവിടെ ഒത്തിരി ക്ലാസ്സൊക്കെ ഞാൻ എടുത്തു. ഇൻസ്ട്രക്ഷൻ ഒക്കെ തന്നാണ് നമ്മളെ നല്ലതായിട്ട് പഠിപ്പിക്കും, ട്രെയിനിങ് ഒക്കെ തരും. നല്ലൊരു പൈസയാവും എന്നുള്ളതാണ് കേട്ടോ. ഓരോ മണിക്കൂറിന് ഇപ്പം $40 അപ്പോൾ അങ്ങനെ ആദ്യമൊന്നും പെട്ടെന്നൊന്നും പാസ്സാകത്തില്ല ഇവിടെ. ആദ്യം പോയപ്പം ഞാൻ പാസ്സായില്ല. രണ്ടാമത്തെ പ്രാവശ്യം എന്തോ ഒരു ഞാൻ ബ്ലൈൻഡ് സ്പോട്ട് കണ്ടില്ലെന്ന് പറഞ്ഞാൽ അത് ഫെയിലായി. മൂന്നാമതും ഫെയിലായി. ഞാൻ ഓർത്ത് ഇനി എനിക്ക് ഡ്രൈവിംഗ് എന്നുള്ള ഡ്രീം കഴിഞ്ഞു, ഇനി എനിക്കൊരിക്കലും കിട്ടാനുള്ള ചാൻസേ ഇല്ലെന്നുള്ള ഇതിൽ ഞാൻ പിന്നെ പോകണോ വേണ്ടോ എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് വന്നെങ്കിലും ഞാൻ ഗിവപ്പ് ചെയ്യുന്നൊരു ബിഹേവിയർ എനിക്ക് ഉള്ള ആളല്ല. എനിക്ക് ഡ്രീം ഭയങ്കരമായിട്ട്